പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ചമ്മന്തി ആയാലോ? എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ഈ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ മടിയുള്ള സമയത്തില്ലേ, പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പിരിയമുളക് കൂടി ഇടണേ, അതാകുമ്പോൾ നല്ല കളറും കൂടെ കിട്ടും. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മാറ്റി വയ്ക്കാം. ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ ഒരു ചട്ടി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകും ഉണക്കമുളകും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണേ. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഈ താളിപ്പിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. തേങ്ങ മുരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് അധികം ഉപ്പ് വേണ്ട, നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല വെള്ളയപ്പോ പാലപ്പോ ഒക്കെ ചുട്ടെടുക്കാം. ഞാനിവിടെ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റും. ഒന്നുകൂടെ നല്ലത് വെള്ളയപ്പത്തിനൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ.